ഹായ് എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQs ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ്. ABC ശരിയാണ്. അപ്പോൾ എന്താണ്? ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. ഓപ്ഷൻ ബി എന്താണ്? ഗൂഗിൾ എർത്തിന് ബദലായിട്ട് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ്. 2009 മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഭുവൻ ISRO ആണ് നിർമ്മിച്ചത്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ. എയും ബിയും സിയും ശരിയാണ്. എന്തൊക്കെയാണ്? ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. ഗൂഗിൾ എർത്തിന് ബദലായിട്ട് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ്. 2009 മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഭുവൻ ISRO ആണ് നിർമ്മിച്ചത്. രണ്ടാമത്തെ ചോദ്യം, മലയാളം ദൃശ്യ മാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകനാണ്. ഓപ്ഷൻ ബി ഇവാൻ. മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകനാണ് ആര്? ഓപ്ഷൻ ബി ഇവാൻ. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ശരിയായത്. എയും സിയുമാണ് ശരിയായിട്ടുള്ളത്. എന്തൊക്കെയാണ്? GST എന്നതിൻ്റെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ്. GST എന്നതിൻ്റെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ്. ഓപ്ഷൻ സി. 2017 ജൂലൈ 1 ഈ നിയമം നിലവിൽ വന്നത്. GST എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നതാണ്. 2017 ജൂലൈ 1 ഈ നിയമം നിലവിൽ വന്നത്. നാലാമത്തെ ചോദ്യം നോക്കാം. നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. സൂചനകൾ എന്തൊക്കെയാണ്? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. അടുത്തത് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. അടുത്തത് എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകൾ? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഹോക്കി. ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡൽ നേടിയ ഇനമാണ് ഹോക്കി. PT ഉഷയാണ് CUKയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചത്. പിന്നെ മുംബൈ ഇന്ത്യൻസ് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റാണ്. വിശ്വനാഥൻ ആനന്ദ് ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടി. അപ്പോൾ ഇന്ത്യയുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഓപ്ഷൻ എ ആണ് ശരി. ഹോക്കി എന്താണ്? ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡൽ നേടിയ ഇനമാണ്. PT ഉഷ CUKയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസ് എന്താണ്? പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റാണ്. വിശ്വനാഥൻ ആനന്ദ് എന്താണ്? ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടി. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡികൾ ഏതെല്ലാം എന്നാണ്. ഓപ്ഷൻ എ, എയും ബിയും തെറ്റാണ്. നിത്യചൈതന്യയതി കരിഞ്ചന്തയല്ല. പന്തിഭോജനം സഹോദരൻ അയ്യപ്പനല്ല. ശരിയായവയാണ് കുമാരനാശാന്റെ ദുരവസ്ഥ, വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം. ഏഴാമത്തെ ചോദ്യം, കരിമ്പനപ്പട്ടകളിൽ കാറ്റ് പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്നു മാത്രം. ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഖസാക്കിന്റെ ഇതിഹാസത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്താണ് എഴുതിയിട്ടുള്ളത്? കരിമ്പനപ്പട്ടകളിൽ കാറ്റ് പിടിക്കുന്നത് പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്നു മാത്രം. ഇത് ഏത് കൃതിയിലെ ആമുഖത്തിൽ എഴുതിയതാ? ഖസാക്കിന്റെ ഇതിഹാസം. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. കലയും കലാകാരന്മാരുമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടൂർ ഗോപാലകൃഷ്ണൻ എന്താണ്? ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. JC ഡാനിയൽ മലയാള സിനിമയുടെ പിതാവാണ്. പിന്നെ റസൂൽ പൂക്കുറ്റി ഓസ്കാർ നേടിയ ആദ്യ മലയാളിയാണ്. തോപ്പിൽ ബാസി എന്താണ്? കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബാണ്. ഒമ്പതാമത്തെ ചോദ്യം, 2023 മാർച്ച് 30 രണ്ടാം G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലമാണ്. ഓപ്ഷൻ സി, കുമരകം. 2023 മാർച്ച് 30 രണ്ടാം G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലമാണ് കുമരകം.
10ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ശരി, സിയും ഡിയും മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ അജന്ത, എല്ലോറ ഗുഹകൾ, താജ്മഹൽ എന്നിവയാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയവ അജന്ത, എല്ലോറ ഗുഹകൾ, താജ്മഹൽ എന്നിവയാണ്. അടുത്തത്, ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ. അടുത്ത ചോദ്യം ഡിലീറ്റ് ആക്കിയതാണ്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഡിലീറ്റ് ആക്കിയ ചോദ്യമാണ്. ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൊടുമുടി ഏതാണെന്നുള്ളതും ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മിസോറാം. മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മിസോറാം. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്കാണ് പാക് കടലിടുക്ക്. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്കാണ് പാക് കടലിടുക്ക്. 15ാമത്തെ ചോദ്യം, റൂർക്കെല ഉരുക്കു നിർമ്മാണശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടു കൂടിയാണ്? ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കെല ഉരുക്കു നിർമ്മാണശാല ആരംഭിച്ചത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. എന്താണ്? ഓപ്ഷൻ സി എല്ലാത്തും ശരിയാണ്. ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. ഗൂഗിൾ എർത്തിന് ബദലായിട്ട് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ്. 2009 മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഭുവൻ ISR ആണ് നിർമ്മിച്ചത്. 2ാമത്തെ ചോദ്യം, മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകനാണ്. ഓപ്ഷൻ ബി ഇവാൻ. ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ശരി, എയും സിയുമാണ് ശരി. GST എന്നതിന്റെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ്. 2017 ജൂലൈ 1 ഈ നിയമം നിലവിൽ വന്നത്. 4ാമത്തെ ചോദ്യം, നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. എന്താണ് ആൻസർ? സ്വർണ്ണജയന്തി ഷഹാരി റോസ്ഗാർ യോജന. 5ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഓപ്ഷൻ എ ആണ് ആൻസർ. ഹോക്കി ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡൽ നേടിയ ഇനമാണ്. PT ഉഷ എന്താണ്? CUKയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചു. മുംബൈ ഇന്ത്യൻസ് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റാണ്. വിശ്വനാഥൻ ആനന്ദ് എന്താണ്? ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടി. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡികൾ ഏതെല്ലാം? എയും ബിയും തെറ്റാണ്. നിത്യചൈതന്യയതി കരിഞ്ചന്തല്ല. അന്ത്യഭോജനം സഹോദരൻ അയ്യപ്പനല്ല. കുമാരനാശൻ ദുരവസ്ഥയാണ്. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ചു. 7 കരിമ്പന പട്ടകളിൽ കാറ്റ് പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്നു മാത്രം. ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഖസാക്കിന്റെ ഇതിഹാസം. ചേരുംപടി ചേർക്കുക. കലയും കലാകാരനും. അടൂർ ഗോപാലകൃഷ്ണൻ ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകനാണ്. JC ഡാനിയൽ ആരാണ്? മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. റസൂൽ പൂക്കുറ്റി ഓസ്കാർ നേടിയ ആദ്യ മലയാളിയാണ്. തോപ്പിൽ ബാസി എന്താണ്? കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. 9ാമത്തെ ചോദ്യം, 2023 മാർച്ച് 30 2ാം G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലമാണ് കുമരകം. 10ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ സി, ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ അജന്ത, എല്ലോറ ഗുഹകൾ, താജ്മഹൽ എന്നിവയാണ്. ഓപ്ഷൻ ഡി, ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ. 11ാമത്തെ ചോദ്യവും 12ാമത്തെ ചോദ്യവും ഡിലീറ്റഡ് ആണ്. 13ാമത്തെ ചോദ്യം നോക്കാം. മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഇത് മിസോറാം. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്കാണ് പാക് കടലിടുക്ക്. റൂർക്കെല ഉരുക്കു നിർമ്മാണ ആരംഭിച്ചത് ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടു കൂടിയാണ്? ജർമ്മനിയുടെ സഹകരണത്തോടെയാണ്. അടുത്ത ചോദ്യം, പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗമാണ് ഏത്? നീലഗിരി. പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗമാണ് നീലഗിരി. 17ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. 18ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ ശാല സ്ഥിതി ചെയ്യുന്നത് ജാംനഗറിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ ശാല സ്ഥിതി ചെയ്യുന്നത് ജാംനഗറിലാണ്. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷമാണ് 1951. ഇന്ത്യയിൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951. 20ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. 21ാമത്തെ ചോദ്യം, സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാം എന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത്? ഓപ്ഷൻ സി, 97ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത്? സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്ന്.
22ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അന്നത്തെ സമയത്ത് ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡാണ്. 23ാമത്തെ ചോദ്യം, താഴെ പറഞ്ഞവയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തതാണ്. ഓപ്ഷൻ ഡി, മനുഷ്യാവകാശ ദംസനം നടത്തിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക. അപ്പോൾ ഉൾപ്പെടുന്നവയാണ് ഏത്? മനുഷ്യാവകാശ ലംഘന പരാതിയിൽ അന്വേഷണം നടത്തുക, ജയിൽ സന്ദർശനം, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവയിൽ ഗവേഷണം നടത്തുക. 24ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം 2005 പ്രകാരം ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് 1, 3, 4 ശരിയാണ്. എന്തൊക്കെയാണ്? ഈ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കും. അടുത്തത്, വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. 4ാമത്തത്, കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ 10ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. 25ാമത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഈ എക്സാം നടന്ന സമയത്ത് വിശ്വാസ് മേത്തയായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 16ാമത്തെ ചോദ്യം, പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേർന്ന ഭാഗമാണ് നീലഗിരി എന്നറിയപ്പെടുന്നത്. 17ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. 18, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയാണേത്? ജാംനഗർ എണ്ണ ശുദ്ധീകരണശാല. 19, ഇന്ത്യയിൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951ലാണ്. 20, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടത്തീരമുള്ള ജില്ല കണ്ണൂരാണ്. 21, സഹകരണ സംഘങ്ങൾ, യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാം എന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത്? ഓപ്ഷൻ സി, 97ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ്. 22, ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഈ എക്സാം നടന്ന സമയത്താണ് കേട്ടോ, ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ്. 23, താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തതാണ്. ഓപ്ഷൻ ഡി, മനുഷ്യാവകാശ ധ്വംസനം നടത്തിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക. ഉൾപ്പെടുന്നവയാണ് മനുഷ്യാവകാശ ലംഘന പരാതിയിൽ അന്വേഷണം നടത്തുക, ജയിൽ സന്ദർശനം, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവയിൽ ഗവേഷണം നടത്തുക. 24ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം 2005 പ്രകാരം ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1, 3, 4 ശരിയാണ്. ഈ നിയമത്തിന് ജമ്മു കാശ്മീർ ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കും. അടുത്തത്, വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. 4ാമത്തത്, കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ 10ൽ കവിയാത്ത അത്ര എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. 25ാമത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഈ എക്സാം നടന്ന സമയത്ത് വിശ്വാസ് മേത്തയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.